നമസ്കാരം. ബി.ജെ.പിയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ ഇടം ലഭിക്കാത്തതിനാലും പാർട്ടിക്ക് തന്നെ ആവശ്യമുണ്ടെന്ന് തോന്നാത്തതിനാലുമാണ് രാജിവെക്കാൻ തീരുമാനിച്ചതെന്ന് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ ദേവൻ. കേരള ബി.ജെ.പിയുമായി തനിക്ക് വ്യക്തമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നും എന്നാൽ പാർട്ടിയോട് വ്യക്തിപരമായി യാതൊരു വിരോധവുമില്ലെന്നും അദ്ദേഹം മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. പെട്ടെന്നെടുത്ത തീരുമാനമല്ലിതെന്നും കഴിഞ്ഞ 5-6 മാസമായി താൻ ഇതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2021 ദേവന്റെ മുൻ രാഷ്ട്രീയ പ്രസ്ഥാനം ബി.ജെ.പിയുമായി ലയിക്കുന്നത്. ലയനകാലത്ത് ചില വാഗ്ദാനങ്ങളും പദ്ധതികളും ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും നടപ്പിലാക്കാൻ പാർട്ടി താല്പര്യം കാണിച്ചില്ല. എങ്കിലും ചേർന്ന സ്ഥിതിക്ക് സത്യസന്ധമായി തുടർന്ന് പ്രവർത്തിക്കുകയും എല്ലാ തിരഞ്ഞെടുപ്പുകളിലും സജീവമായി പങ്കെടുക്കുകയും ചെയ്തു. 2023 നൽകിയ പാർട്ടി വൈസ് പ്രസിഡന്റ് സ്ഥാനം 2024 തിരിച്ചെടുത്ത വിവരം ഔദ്യോഗികമായി തന്നോട് അറിയിക്കുക പോലും ചെയ്തിരുന്നില്ല. അപ്പോഴും റിയാക്ട് ചെയ്യാതെ പ്രചാരണങ്ങളിൽ പങ്കെടുത്തുവെങ്കിലും പാർട്ടി ഒരു പ്രവർത്തന മേഖല നൽകാത്തതിനാൽ ഇനിയും തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് ബോധ്യപ്പെടുകയായിരുന്നു. പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെ പലതവണ ഫോണിലും മെസ്സേജ് വഴിയും ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. ഫോൺ പോലും എടുക്കാതിരിക്കുന്നത് പാർട്ടിക്ക് തന്നെ ആവശ്യമില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണെന്ന് അദ്ദേഹം വിലയിരുത്തുന്നു. തനിക്കെതിരെ പാർട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നും ഇനി സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ അവർ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കിയാലും അത് തനിക്കൊരു പ്രശ്നമല്ലെന്നും ഇനി ഒരു കാരണവശാലും ബി.ജെ.പിയിൽ ഉണ്ടാകില്ലെന്നും ദേവൻ ഉറപ്പിച്ചു പറഞ്ഞു. ബി.ജെ.പിയിൽ ചേരുമ്പോൾ കേരള സ്റ്റേറ്റ് പ്രൊപ്പഗൻഡ സെക്രട്ടറിയുടെ ഇൻഡിപെൻഡന്റ് ചാർജ് തരാമെന്ന് വാഗ്ദാനം നൽകിയിരുന്നെങ്കിലും അത് പാലിക്കപ്പെട്ടില്ല. കേന്ദ്ര നേതാക്കളെയോ അമിത്ഷായോ കണ്ട് സംസാരിക്കാൻ മാസങ്ങളായി ശ്രമിച്ചിട്ടും കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ചില്ല. താൻ കേവലം ഒരു സിനിമാ നടനായി രാഷ്ട്രീയത്തിൽ വന്നയാളല്ലെന്നും മറിച്ച് രാഷ്ട്രീയക്കാരനായി സിനിമയിലേക്ക് വന്നയാളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനാൽ നാടിനു വേണ്ടി മാറ്റിവെച്ച സമയം പാഴാക്കാൻ തയ്യാറല്ലാത്തതിനാലാണ് 2 മാസം മുമ്പേ തന്നെ രാജിക്കാര്യം അന്തിമമായി തീരുമാനിച്ചത്. അതിനുശേഷവും നേതാക്കളോട് അത്യാവശ്യമായി കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടും പ്രതികരണമൊന്നും ലഭിച്ചിട്ടില്ല. തൃശൂർ സ്വദേശിയായ ദേവനോട് തൃശൂരിലെ പ്രധാന നേതാവും എം.പിയുമായ സുരേഷ് ഗോപിയുമായി വിഷയം സംസാരിച്ചിരുന്നു എന്ന ചോദ്യത്തിന് തന്നെ ബി.ജെ.പിയിലേക്ക് കൊണ്ടുവന്നത് സുരേഷ് ഗോപി അല്ലാത്തതിനാൽ അദ്ദേഹവുമായി ഇത് സംസാരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഫണ്ട് വിവാദങ്ങളെക്കുറിച്ചും പാർട്ടിയുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ചും രാജിക്കത്ത് നൽകിയ ശേഷം വിളിച്ചു ചേർക്കുന്ന വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ വിശദമായി സംസാരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജി വാർത്ത പുറത്തു വന്നതോടെ ബി.ജെ.പിയിലെ പ്രമുഖ നേതാക്കൾ അല്ലെങ്കിലും തന്നോട് താല്പര്യമുള്ള നിരവധി പ്രവർത്തകർ വിഷമത്തോടെ വിളിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഭാവി രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ച് വ്യക്തമായ രൂപരേഖയുണ്ടെന്നും ദേവൻ വ്യക്തമാക്കി. 2004 താൻ രൂപീകരിച്ച കേരള പീപ്പിൾസ് പാർട്ടി പുനരുജ്ജീവിപ്പിച്ച് അതിലൂടെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. നിലവിലുള്ള മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊന്നും തനിക്ക് വിശ്വാസമില്ലാത്തതിനാൽ മറ്റൊരു പാർട്ടിയിലേക്ക് പോകില്ല. കഴിഞ്ഞ 2-3 മാസമായി സ്വന്തം പാർട്ടി പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലാണ്. നിലവിൽ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുമെന്നും തുടർ നടപടികൾ അതിനുശേഷം ആലോചിച്ച് തീരുമാനിക്കുമെന്നും ദേവൻ കൂട്ടിച്ചേർത്തു. ആലപ്പുഴ കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിൽ നടന്ന പൊതുചടങ്ങിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത രാജി പ്രഖ്യാപനം. ബി.ജെ.പിയുടെ പ്രാഥമിക അംഗത്വവും സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവിയും ഒഴിഞ്ഞുകൊണ്ടുള്ള രാജിക്കത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നും അതുടൻ പാർട്ടി നേതൃത്വത്തിന് കൈമാറുമെന്നുമായിരുന്നു അദ്ദേഹം ആ ഘട്ടത്തിൽ അറിയിച്ചത്. കഴിഞ്ഞ 5 വർഷമായി ബി.ജെ.പിക്ക് വേണ്ടി അഗ്രസീവായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയത്തിന് പിന്നിൽ എൻ്റെ വലിയൊരു സംഭാവന ഉണ്ടായിരുന്നതായി അദ്ദേഹം തന്നെ സമ്മതിക്കും. അത്രത്തോളം അധ്വാനവും സംഭാവനയും ഞാൻ പാർട്ടിക്ക് നൽകിയിരുന്നുവെന്നായിരുന്നു രാജി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ദേവൻ പറഞ്ഞത്. ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങളും ആശയങ്ങളും ഉയർത്തിപ്പിടിച്ചുള്ള രാഷ്ട്രീയമാണ് തൻ്റെ രീതിയെന്നും ദേവൻ വ്യക്തമാക്കി. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ സംസ്ഥാന ബി.ജെ.പിയിൽ അത്തരം ആശയങ്ങൾ കാണാൻ കഴിഞ്ഞില്ലെന്നും തൻ്റെ രാഷ്ട്രീയ ലൈൻ ഇതല്ലെന്ന് പൂർണ്ണമായി മനസ്സിലായതിനാലാണ് പാർട്ടി വിടാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു.